Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ആട്ടോ. വെജിറ്റേറിയൻകാരെ സ്പെഷ്യൽ കൺസിഡറേഷൻ എടുത്തിട്ട് സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ പറയും ഗസ്റ്റ് വെജിറ്റേറിയൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നത്. ഒരു 90% കറക്റ്റാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ ഞാൻ വെജിറ്റേറിയൻകാർക്കും കൂടെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനും ഒരു പ്രാധാന്യം തരണമല്ലോ. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പറാട്ടയും പിന്നെ സെഷ്വാൻ മഷ്റൂമുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറാട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചേർക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങും ചീസും റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നമ്മൾ മാവ് കുഴച്ച് അതൊരു പറാട്ടയാക്കി സെഷ്വാൻ മഷ്റൂമും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പം എന്നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ് അതിന്. അത് വെജിറ്റേറിയൻകാർക്ക് ഒരു ഡിഫറെൻറ്റ് ഇതാണ്. ഇനിയിപ്പോൾ പറാട്ട മാത്രം കഴിക്കാനാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം, അത് ബട്ടർ ഇട്ടിട്ട് കഴിക്കാം, അതല്ല നെയ്യിൽ വറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ വറുക്കെടുക്കുന്നതിൻ്റെ കാര്യമല്ല, ചുട്ടെടുക്കുമ്പം ചേർക്കേണ്ട എണ്ണ, അതിനൊരു മയം വരാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ, എന്താ പറയുക, റിഫൈൻഡ് ഓയിൽ, പിന്നെ നെയ്യ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, എളുപ്പമാണ്. ഞാനത് പറഞ്ഞുതരാം, അന്നേരം അത് നമ്മുടെ എളുപ്പം മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുവാണേ. പിന്നെ ഉള്ളത് ഒരു ചീസാണ്, ഏത് ചീസായാലും മതി, ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം, എന്നാലും നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമേ. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ഇതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ടൊമാറ്റോ കെച്ചപ്പ്, റെഡ് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ്. ഇത് നമ്മുടെ പറാട്ട കുഴയ്ക്കാനുള്ള മൈദ. ഇത് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഗോതമ്പ് പൊടി, റാഗി ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മില്ലറ്റിൻ്റെ ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പരത്തുന്ന ഒരു എളുപ്പമുണ്ടല്ലോ, അത് മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇത് കുറച്ച് സെഷ്വാൻ സോസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ചില സമയം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ സെഷ്വാൻ സോസ് ഉണ്ടാക്കാൻ നോക്കും, പക്ഷേ വേണ്ട. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി ഒരു സോസ് അങ്ങ് മേടിച്ചാൽ പോരെ. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം. അത് ട്രൈ കളേർഡ് ആവണം എന്നൊന്നുമില്ല, ഇതിപ്പോൾ ഡബിൾ കളറാണ്. ട്രൈ കളർ ആവണം എന്നൊന്നുമില്ല, സിംഗിൾ കളറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി പഞ്ചസാര. അതായത് ഈ സോസസ് എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു ടാങ്കിനെസ് വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറ്റാനായിട്ട് അതിൻ്റെ ആ സ്വാദ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മളൊരു ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത്. ഇത് ഞാൻ കുറച്ച് മഷ്റൂം മേടിച്ചേച്ച് എന്നാ ചെയ്തതെന്നറിയാവോ, ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. ഇത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഷ്റൂം മേടിക്കുക, അതായത് റോ ആയിട്ട് മേടിക്കുക, അല്ലെങ്കിൽ ബട്ടൺ മഷ്റൂം ടിന്നിൽ മേടിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മുറിക്കുക, 2ആയിട്ടോ 4ആയിട്ടോ വലിപ്പം അനുസരിച്ച് മുറിച്ചേച്ച് ഇതിനെ ഒന്ന് വേവിക്കണം. വേവിച്ചേച്ച് തണുത്ത വെള്ളത്തിലോട്ട് ഇടണം. തണുത്ത വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ ഇത് സ്ട്രിങ്ക് ആവത്തില്ല, ബാക്ക് ടു ദ സെയിം ആ ഒരു ഫ്രഷ്നെസ് നിൽക്കും. അന്നേച്ച് എന്നാ ചെയ്യണം, ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതിന് ശേഷം, ഒട്ടും വെള്ളം പാടില്ല, കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം ഒരു ചെറുതായിട്ട് ഡ്രൈ ആവുമല്ലോ, ആ സമയത്ത് 1:1 എന്ന റേഷ്യോ 50-50 ബാലൻസിൽ നമ്മൾ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും എടുക്കുക. എന്നിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്യുക. എത്ര മഷ്റൂം ഉണ്ടോ അത്രയും മഷ്റൂം അതനുസരിച്ചുള്ള മാവ് എടുക്കുക. അന്നേച്ച് എന്നാ ചെയ്യണം, ആ വെള്ളം മുഴുവൻ പോയിരിക്കുന്ന മഷ്റൂമിനെ ഡ്രൈ ആയിട്ട് തന്നെ ഈ മാവിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തിട്ട് എക്സസ് വരുന്നത് നമ്മളിത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അന്നേരം അതിനെ മാത്രം ഒന്ന് തട്ടിക്കുടഞ്ഞ് അത് ഫുൾ മഷ്റൂം കോട്ടാവുന്ന പോലെ ആക്കിയിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് റിഫൈൻഡ് ഓയിലാണോ ആ റിഫൈൻഡ് ഓയിലിലേക്ക് നമ്മൾ വറുത്ത് കോരുക. ഇനി മഷ്റൂം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് വറുത്ത് കോരിയേച്ച് ഒരു രണ്ടാമത് നമ്മൾ ഈ വറുത്ത എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാവാൻ അനുവദിക്കണം. അന്നേച്ച് പിന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്നും കൂടെ വറുത്തെടുക്കുവാണെങ്കിൽ ഈ മഷ്റൂം എപ്പോഴും, മഷ്റൂം എന്നല്ല ചിക്കൻ ആയാലും മഷ്റൂം ആയാലും ഏത് ഫ്രൈ ചെയ്തെടുക്കുന്നോ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച മഷ്റൂമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇനി നെക്സ്റ്റ് വേണ്ടത്
കുറച്ച് സവാള, അതിങ്ങനെ പെറ്റൽസ് ആയിട്ടാണ് ഞാൻ ക്യാപ്സിക്കം എങ്ങനെ മുറിച്ചോ അതേപോലെ സ്ക്വയർ ഷേപ്പിന് മുറിച്ചേക്കുന്നത്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പറാട്ടയ്ക്ക് വേണ്ടി കുഴയ്ക്കാൻ പോവുക. അപ്പം എന്നാ, നമ്മളൊരു ബൗൾ എടുത്തേച്ച് ഈ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ച്, അതായത് നമുക്ക് പരത്താമല്ലോ, കട്ടയായിട്ട് കിടക്കുവാന്നേലും അത് പരത്താൻ ഒക്കത്തില്ല. അതുകൊണ്ടൊരു എത്ര പൊടിക്കാൻ നോക്കുമോ അത്രയും പൊടിച്ചു. ഈ പൊട്ടറ്റോ മാഷർ കിട്ടും, അല്ലാതെ മാഷ് ചെയ്യുന്ന തവി പോലെ ഒരു സാധനമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം പിഴിയുന്ന പോലത്തെ ഒരു അച്ചു പോലെ ഒരു സാധനം കിട്ടും, അത് പൊട്ടറ്റോ മാഷർ, അതും വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. ശരിക്കും ഉരുളക്കിഴങ്ങുണ്ടല്ലോ നല്ല വെന്ത് അങ്ങ് മാവ് പോലെ ഉടയണം. എന്നാലേ നമുക്കത് കുഴയ്ക്കുമ്പോഴൊക്കെ അല്ലേ പരത്തുമ്പോഴും കട്ടാതിരിക്കത്തുള്ളൂ. ഇടിയപ്പം പിഴിയുന്നതിനകത്തോട്ട് ഇട്ട് പിഴിഞ്ഞാലും മതി, ഒട്ടും കട്ട വരികയില്ല. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടു. നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് ചീസാണ്. ചീസ് ഇഷ്ടമുള്ളവർക്ക് നിറച്ചിടാം, അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. ചീസിനൊരു നല്ല ടേസ്റ്റ് അല്ലേ. ചീസ് ഇടുന്നതുകൊണ്ട് ഉപ്പ് മാവിലിടുമ്പോൾ സൂക്ഷിച്ചാണേ. ഇതിന് പകരം നമുക്ക് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടാം. ഇത് ഞാനൊരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുക. അന്നേച്ച് നമ്മുടെ മൈദ, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം. അഥവാ ഉരുളക്കിഴങ്ങ് ചൂടോടെയോ അല്ലെങ്കിൽ വെള്ളമുള്ള രീതിയിൽ നമ്മളെടുത്ത് കുഴയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മതിയായിരിക്കും. ഇപ്പം ഞാൻ ആ ഉപയോഗിച്ച ഉരുളക്കിഴങ്ങ്, ചീസ്, അത്രയും വെള്ളം ഒരു 2-3 തുള്ളി വെള്ളമാണ് ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാനായിട്ട്. വേണ്ട ഇതേപോലെ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ച് മാറ്റാം. ഞാൻ ഒട്ടും ഉപ്പിട്ടില്ല, കാര്യം എന്നാണെന്നറിയോ, ചീസിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ ഇതും കൂടെ ഉപ്പും കൂടെ നമ്മൾ ഇടുവാന്നേൽ ഒരു ഇച്ചിരി ഉപ്പ് മുന്നേ നിൽക്കും. പിന്നെ ഈ സെഷ്വാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോസിനല്ല ഇച്ചിരി ഉപ്പുണ്ട്, അപ്പോഴത്തേക്ക് അതിൻ്റെയും കൂടെ ഉപ്പാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പയന എടുക്കും. ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. അതിനേക്കാട്ടും നല്ലത് നോക്കിയേച്ച് പിന്നിടാം. ഓക്കെ, നമ്മുടെ പറാട്ട അവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക സെഷ്വാൻ മഷ്റൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വലിയ പണിയൊന്നുമില്ല. ഈ സോസസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, മഷ്റൂം ചേർക്കുക, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ബെസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് വെച്ച് റിഫൈൻഡ് ഓയിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണമെന്നെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഒത്തിരി വേവാനല്ല, ആ ഒരു പച്ചച്ചോവ മാറാനായിട്ട് മാത്രമേ. ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ളൊരു ഇച്ചിരി ഉപ്പ്. ശരിക്കും നമ്മൾ ഈ ഒരു ഡിഷ് ചെയ്യുമ്പോൾ ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു ക്രഞ്ചി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വഴറ്റണ്ട. അതല്ല ഒരു ഇച്ചിരി എന്താ പറയുക ക്രഞ്ചിനെസ് നിന്നുകൊണ്ട് നമ്മളൊന്ന് തന്നെ സോട്ട് ചെയ്തെടുക്കുകയല്ലേ, അത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് നിലനിർത്തി എന്നാൽ അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കുന്ന ഒരു പരുവായത്. കാര്യം ആ ഉള്ളി ഉണ്ടല്ലോ ഒരു ഇച്ചിരി ബ്രൗൺ ആയി വരുവേ, അതാ പരുവം. അന്നേരം ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ഈ ഒരു എന്നാ വശം പുറവശമില്ലേ, ഇതെൻ്റെ ഇച്ചിരി ഒരു ബ്രൗൺ ആയി ഒക്കെ വരുന്നില്ല, അത്രയും മതി. അല്ലാതെ അങ്ങ് വഴറ്റി അങ്ങ് പോണ്ട. അന്നേച്ച് ഈ വെജിറ്റബിൾസ് മാത്രം അങ്ങ് കോരിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു തൃപ്തിയാണ്. അതിനെ ഒന്ന് വേവിച്ച് കഴിച്ചാൽ സന്തോഷമല്ലേ. ഓക്കെ, ഇനിയാണോ ഞാൻ ഫ്ലെയിം കംപ്ലീറ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മൾ സോസസ് എല്ലാം ചേർക്കാൻ പോവാം.
ഇതിനകത്ത് വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് സെപ്പറേറ്റ് ഇടാം. പക്ഷെ നമ്മൾ സെഷ്വാൻ സോസിനകത്തുണ്ടല്ലോ ഇതെല്ലാം മിക്സ്ഡാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെളുത്തുള്ളി പ്രത്യേകം ചേർത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. സെഷ്വാൻ സോസ് ഡയറക്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ട് ചേർക്കുന്നില്ല. ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇനി സോസസ് എല്ലാം ചേർത്തേച്ച് തീ കത്തിക്കത്തുള്ളൂ. ഒരു 2-3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇത് റെഡ് ചില്ലി സോസാ ചേർക്കുന്നത്. സോയാ സോസ് ഒരു സ്പൂൺ മതിയാവും. സോസിന്റെ എല്ലാം ഈ ഒരു ടാങ്കിനെസ് മാറാൻ വേണ്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതാണ് പഞ്ചസാര. ഞാനതിപ്പോൾ ചേർക്കാൻ പോവാ. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കുരുമുളക്. വൈറ്റ് പെപ്പർ ഇസ് ദ ബെസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കുക. അതെന്നാ അങ്ങനെ ചോദിക്കരുത്. നമ്മുടെ വീടുകളിലുള്ളതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയും കറി വെക്കണം. ഇനിയിപ്പോൾ സോസെല്ലാം ഞാൻ ചേർത്തു. ഇനി ഈ സോസിനെ ഒന്ന് വേവണ്ടേ, അതിനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് അതിനെ ഒന്ന് സോട്ട് ചെയ്തൊക്കെ ഒന്ന് എടുത്ത് തിരിച്ച് ബാക്ക് ടു ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ആ വെജിറ്റബിൾസും മഷ്റൂമും ചേർക്കാം. ഇതിനൊന്നും അധികം നേരമില്ല കേട്ടോ. വെള്ളം ഒഴിച്ച വെള്ളവും തിരിച്ച് ബാക്ക് ടു സോസ് ആവാനും വലിയ സമയമില്ല. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്ന ആ സോട്ടഡ് വെജിറ്റബിൾസാണ്. അത് ചേർത്തതിന് ശേഷം ലാസ്റ്റ് മഷ്റൂം ചേർക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഷ്റൂം ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചേക്കുക. പക്ഷെ അതിൻ്റെ ക്രിസ്പിനെസ് പോകാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ലാസ്റ്റ് ചേർത്തേച്ച് പെട്ടെന്ന് അങ്ങ് എടുക്കണം. അല്ലെങ്കിൽ അതങ്ങ് തണുത്ത് ഇങ്ങനെ പറയല്ലേ സോഗി ആയി പോകുമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കുകയില്ല. ഒരു ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ. ഓക്കെ, ആ വെള്ളമെല്ലാം പറ്റി. ഇനി ഒന്ന് തീ കുറച്ച് വെച്ച് ഞാൻ ആ മഷ്റൂം അങ്ങ് ചേർക്കുവാണേ. ഒത്തിരിയല്ല, നമ്മളിപ്പോൾ എത്ര സോസാ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മഷ്റൂം ഇട്ടേച്ചാൽ മതി. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. എൻ്റെ അളവിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ലതെന്നാണ് തോന്നുന്നത്. അന്നേരം ഞാൻ ഒരു ഇച്ചിരി ഇടുക കേട്ടോ. ഉപ്പ് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ആ പറാട്ടയുടെയും കൂടെ പരത്തി തൊട്ട് നോക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയേച്ച് ഞാൻ ഉപ്പ് അധികം ചേർക്കത്തുള്ളൂ. പക്ഷേ മഷ്റൂം വറുത്ത സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. അതുകൊണ്ട് സോസിനെല്ലാം ബേസിക്കലി കുറച്ച് ഉപ്പുണ്ട്. അതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഒരു ഇച്ചിരി കുരുമുളക് ഇടുക. ഞാൻ ഇപ്പം സെഷ്വാൻ ചെയ്തത് മഷ്റൂം ചെയ്തത് ആ സോസ് ഒന്ന് പെരട്ടി എടുത്തിട്ടേ ഉള്ളൂ. ചിലർക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ സ്ലറി ആക്കി കലക്കി വെച്ച് ഇതിനകത്ത് ചേർത്തേച്ചാൽ മതി. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഡ്രൈ ആണ് ഇഷ്ടം. കാരണം മറ്റേത് കുറച്ച് ചീസിയാണ്. അപ്പോൾ ആ ചീസിയും ഈ ഒരു കോമ്പിനേഷനും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനെ ഇനി ഒരുപാട് ഇട്ട് തിളപ്പിച്ചേച്ച് ഇതിൻ്റെ ഉള്ള ഗുണം കളയുന്നില്ല. നെക്സ്റ്റ് നമുക്ക് പറാട്ട എങ്ങനെ പരത്തി ചുടുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. പറയാൻ കാര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും ആ രീതി ഒന്ന് കാണിച്ചു തരണ്ടായോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആ പറാത്ത ചെയ്യുന്നത് എങ്ങനെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചപ്പാത്തി പരത്താനും കുഴയ്ക്കാനും ചുടാനും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പറാട്ടയെങ്കിലും ഞാൻ ഉണ്ടാക്കി കാണിച്ചില്ലെങ്കിൽ തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാം. ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ എണ്ണ ഉപയോഗിച്ച് നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്ന ഈ ചീസൊക്കെ ചേർക്കുന്ന എണ്ണതേലും നമ്മൾ ഉണ്ടാക്കുവാന്നേലും ബട്ടർ ഇട്ട് ചുടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. പറാട്ടയുടെ വലുപ്പം ഒക്കെ നമ്മുടെ ഇഷ്ടം. കുഞ്ഞു പറാട്ട ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, 1 by 1 ആയിട്ടേ ചുടത്തുള്ളൂ. ഒറ്റയടിക്ക് ഇത് പരത്തിയിടാൻ ഒക്കുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചീസാ
അലുക്കുമ്പോഴത്തേന് ഒന്നൊന്നിനോട്ടും മെനക്കേട് വരും, നമുക്ക് ദേഷ്യം വരും. അതിനെക്കാട്ടിലും നല്ലത് 1 by 1 ചുടുന്നതാണേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കുഴച്ചു പരത്തി ചുടാൻ പോവാ. ഇനി ഇതിനപ്പുറം ഒന്നും കാണിക്കാനില്ലല്ലോ, നിങ്ങളെ കളിയാക്കുന്ന പോലെ ആവും. പക്ഷെ അതല്ല, എന്നാലും ഉണ്ടല്ലോ ഇത് തന്നെ ചൂടോടെ തിന്നാനും ഭയങ്കര ടേസ്റ്റാ. ഒന്ന് ട്രൈ ചെയ്യണം ഈ കോമ്പിനേഷൻ, ഇറ്റ്സ് വെരി ഗുഡ്. Aquastar പാത്തികളും ക്ലാമ്പുകളും. Aquastar rain water pipes. മറ്റെല്ലാം ചുമ്മാ. Ali's Kitchen. Let's cook with love.